വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. വേൾഡ് ജോഗ്രഫിയുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. ഒന്ന് ഭ്രമണം അഥവാ റൊട്ടേഷൻ, അടുത്തത് പരിക്രമണം അഥവാ റെവല്യൂഷൻ. കുട്ടികൾക്ക് പലപ്പോഴും സംശയമുള്ള ഒരു ഭാഗമാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ പഠിക്കാം. എന്താ ഭ്രമണം അഥവാ റൊട്ടേഷൻ എന്ന് പറഞ്ഞ? ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെ എന്ത് വിളിക്കുന്നു? ഭ്രമണം അഥവാ റൊട്ടേഷൻ എന്ന് വിളിക്കുന്നു. ഭൂമിക്ക് ഒരു അച്ചുതണ്ടുണ്ട്. ആ അച്ചുതണ്ടിൽ ഭൂമി സ്വയം എങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിന് വിളിക്കുന്ന പേരാണ് ഭ്രമണം അഥവാ റൊട്ടേഷൻ. ക്ലിയർ ആയോ? ഈ ഭൂമി 1 ഡിഗ്രി തിരിയണമെങ്കിൽ എത്ര സമയം വേണം? 4 മിനിറ്റ് വേണം. 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ് വേണം. അപ്പൊ ഭൂമി 15 ഡിഗ്രി തിരിയുമ്പോ 1 മണിക്കൂറാവും. ഭൂമി 15 ഡിഗ്രി തിരിയുമ്പോ 1 മണിക്കൂർ. ഭൂമി 360 ഡിഗ്രി തിരിയുമ്പോഴാണ് 24 മണിക്കൂർ അഥവാ ഒരു ദിവസമാകുന്നത്. ക്ലിയർ ആയോ? ഭൂമിക്ക് 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ് വേണം. ഭൂമിക്ക് 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂർ വേണം. ഭൂമിക്ക് 360 ഡിഗ്രി തിരിയാൻ 24 മണിക്കൂർ വേണം. അപ്പോ 360 ഡിഗ്രി ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുമ്പോഴാണ്, ഭൂമി 360 ഡിഗ്രി ഭ്രമണം ചെയ്യുമ്പോഴാണ് ഒരു ദിവസം അഥവാ 24 മണിക്കൂർ ആകുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എന്താ പറഞ്ഞേ? ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞ ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് വിളിക്കുന്നു. ഭൂമി 1 ഡിഗ്രി തിരിയണമെങ്കിൽ 4 മിനിറ്റ് വേണം. ഭൂമി 15 ഡിഗ്രി തിരിയുമ്പോ 1 മണിക്കൂറാവും. ഭൂമി 360 ഡിഗ്രി തിരിയുമ്പോ 24 മണിക്കൂർ അഥവാ ഒരു ദിവസമാകും. ക്ലിയർ ആയില്ലേ? ഇങ്ങനെ ഭ്രമണം കൊണ്ട് എന്താ നേട്ടം ഉണ്ടാവണേ? ഭ്രമണം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണേ? ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നു. അതായത് രാത്രിയും പകലും ഉണ്ടാകുന്നു. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നു. കണ്ടോ? ഭൂമിയുടെ ഭ്രമണം കൊണ്ടാണ് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത്, വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത്, കൂടാതെ കാറ്റിന്റെ ദിശയിൽ മാറ്റം ഉണ്ടാകുന്നത്. എന്തൊക്കെയാ? ഭൂമിയുടെ ഭ്രമണത്തിന്റെ ഫലമായി ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നു, വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നു, കാറ്റിന്റെ ദിശയിൽ മാറ്റം ഉണ്ടാകുന്നു. ഇനി സൂര്യൻ എവിടെയാ ഉദിക്കണേ? സൂര്യൻ എവിടെയാ ഉദിക്കുക? കിഴക്കാ ഉദിക്കുക അല്ലെ? സൂര്യൻ എവിടെയാ അസ്തമിക്കണേ? പടിഞ്ഞാറ് അസ്തമിക്കുക. അപ്പോ എന്താ നമുക്ക് അങ്ങനെ തോന്നാൻ കാരണം? സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ് അല്ലെങ്കിൽ അസ്തമിക്കുന്നത് പടിഞ്ഞാറാണെന്ന്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണം. ഭൂമിയുടെ ഭ്രമണം എവിടെ നിന്ന് എങ്ങോട്ടാ? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി തോന്നുന്നത്. ക്ലിയർ ആയോ? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അതിനാൽ സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ ഭൂമിയുടെ ഭ്രമണം അഥവാ റൊട്ടേഷനെ കുറിച്ച് പറഞ്ഞു. ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് വിളിക്കുന്നു. ഭൂമി 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ് വേണം. 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂർ വേണം. 360 ഡിഗ്രി തിരിയാൻ 24 മണിക്കൂർ വേണം. ഭൂമിയുടെ ഭ്രമണത്തിന്റെ ഫലമായി ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നു, വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നു, കാറ്റിന്റെ ദിശയിൽ മാറ്റമുണ്ടാകുന്നു. ഇനി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണം. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണം. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. ഭ്രമണം ക്ലിയർ ആയില്ലേ? അടുത്തത് പരിക്രമണം. അടുത്തത് എന്താണ്? പരിക്രമണമാണ്. പരിക്രമണം എന്താണ്? ഭൂമി സ്വയം കറങ്ങുകയാണ്, അതിനോടൊപ്പം സൂര്യനെ പ്രദക്ഷിണം കൂടെ ചെയ്യുന്നു. ഭൂമി കറങ്ങുന്നു, സൂര്യനെ പ്രദക്ഷിണവും ചെയ്യുന്നു. അതിനെ നമ്മൾ റവല്യൂഷൻ അഥവാ പരിക്രമണം എന്ന് വിളിക്കുന്നു. ഭൂമി സ്വയം കറങ്ങി സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നതിനെ റവല്യൂഷൻ എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ 1 ഡിഗ്രി പരിക്രമണത്തിന് ഒരു ദിവസം വേണത്രേ. ഭൂമിയുടെ 1 ഡിഗ്രി പരിക്രമണത്തിന് വേണ്ടത് എത്രയാണ്? ഒരു ദിവസമാണ്. ഓർത്തു വെക്കുക.
ഈ പരിക്രമണം കൊണ്ട് എന്താ ഉണ്ടാവണേ? പരിക്രമണ ഫലമായിട്ടാണ് ഋതുക്കൾ ഉണ്ടാകുന്നത്. പരിക്രമണത്തിന്റെ ഫലമായി ഉണ്ടാകുന്നത് എന്താണ്? ഋതുക്കളാണ്. അപ്പോ പരിക്രമണം, ഭൂമി സ്വയം കറങ്ങുന്നു, കൂടാതെ സൂര്യനെ പ്രദക്ഷിണം വെക്കുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പരിക്രമണം എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ 1 ഡിഗ്രി പരിക്രമണത്തിന് 1 ദിവസം വേണം. പരിക്രമണത്തിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവണേ? ഋതുക്കളാണ് ഉണ്ടാവണേ. ഋതുക്കളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഋതുക്കൾ എത്ര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ പരിക്രമണ ഫലമായിട്ട് എന്താ ഉണ്ടാവണേ? ഋതുക്കൾ. പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കണ്ടു നോക്കുക. അത് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയാണ് ഭൂമിയുടെ ഭ്രമണം അല്ലെങ്കിൽ ഭൂമിയുടെ പരിക്രമണം എന്ന് പറയുന്ന 2 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.